ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവ്യക്ത ശാന്തിയിലൂടെ ഡബിൾ ലൈറ്റ് ഫരിസ്ത സ്ഥിതിയുടെ അനുഭൂതി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇന്നത്തെ വിഷയമാണ് ചൈതന്യ രൂപത്തിലുള്ള ചിത്രമായി തീരും. ഇന്നത്തെ അവ്യക്ത സൂചന: ഇപ്പോൾ ഓരോ ബ്രാഹ്മണരും ബ്രഹ്മബാബയ്ക്ക് സമാനം ചൈതന്യ ചിത്രമാകട്ടെ, പ്രകാശത്തിൻ്റെയും ശക്തിസ്തംഭത്തിൻ്റെയും നിശ്ചല ചിത്രമാകട്ടെ. സങ്കല്പശക്തിയുടെ സൈലൻസിൻ്റെ പ്രഭാഷണം തയ്യാറാക്കി കർമാതീത ഡബിൾ ലൈറ്റ് മാലാഖാസ്ഥിതിയിൽ വരദാനമൂർത്തിയുടെ ഭാഗം അഭിനയിക്കൂ. അപ്പോൾ സമ്പൂർണതയുടെ സമീപത്തേക്ക് എത്തിച്ചേരും. അങ്ങനെയുള്ള കർമാതീത സ്ഥിതിയുടെ ആധാരത്തിൽ ആരെ പ്രതി എന്ത് സങ്കല്പിക്കുന്നു അവരുടെ അടുക്കൽ ആ സങ്കല്പം എത്തിച്ചേരുക തന്നെ ചെയ്യും. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് മോഹിനി ദീദിജിയിൽ നിന്നും കേൾക്കാം. ഓം ശാന്തി. ദിവസേനയുള്ള അഭ്യാസത്തിലൂടെ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും പരസ്പര സംബന്ധമുണ്ട്. എപ്പോഴാണോ നാം സത്യയുഗത്തിൽ ത്രേതായുഗത്തിൽ ഉണ്ടായിരുന്നത്, അപ്പോൾ ദൈഹി അഭിമാനി സ്ഥിതിയിലായിരുന്നു നമ്മൾ. ആത്മസ്മൃതിയിലാണ് സത്യയുഗത്തിൽ നാം സ്ഥിതി ചെയ്തിരുന്നത്. എന്നാൽ പതുക്കെ പതുക്കെ ദേഹാഭിമാനം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ദേഹഭാരം വർദ്ധിച്ചു. പിന്നീട് വികാരങ്ങളുടെ അഭിവൃദ്ധി ഉണ്ടായി. സംഗമയുഗത്തിൽ ബാബ ജ്ഞാനം നൽകിയപ്പോൾ നമ്മളെല്ലാവരും ദേഹി അഭിമാനി സ്ഥിതിയിലിരിക്കാനുള്ള അഭ്യാസം ചെയ്യാൻ ആരംഭിച്ചു. ബാബ പലതവണ പറയാറുണ്ട്, വിനാശം സംഭവിച്ചു കഴിഞ്ഞാൽ പ്രകൃതി ക്ഷോഭങ്ങൾ വരുമെന്നുള്ളതിനെക്കുറിച്ച്. ഇപ്പോഴും വരുന്നുണ്ടല്ലോ. വെള്ളപ്പൊക്കം, അതുപോലെ ഭൂകമ്പം എന്നിവയെല്ലാം ഉണ്ടാകുന്നുണ്ടല്ലോ. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. പല സ്ഥലങ്ങളിൽ ഇപ്പോഴും ഇങ്ങനെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ശരീരവും പഞ്ചതത്വ നിർമ്മിതമാണ്. അപ്പോൾ ബാബ അഭ്യാസത്തെ പ്രതി എന്തിനാണ് പറയുന്നത്? എന്തുകൊണ്ടെന്നാൽ സമയം ഈ രീതിയിലാണ്. പ്രകൃതിയുടെ സഹയോഗം പോലും നമുക്ക് ലഭിക്കാതെ വരും. ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും വൈറസ്, കീടാണുക്കൾ വരികയാണെങ്കിൽ അത് ഈ കാറ്റിലൂടെയാണല്ലോ വരുന്നത്, വായുവിലൂടെ അത് മറ്റുള്ളവർക്ക് വ്യാപിക്കുകയും ചെയ്യും, പകരുകയും ചെയ്യും. അതുപോലെ ജലത്തിലൂടെ വരുന്നു. ജലം ദുഷിച്ചതായി കഴിഞ്ഞാൽ അതിലൂടെയും നമുക്ക് വൈറസ് പിടിപെടും. പിന്നീട് അതിനെ ശുദ്ധീകരിക്കണം. കെമിക്കൽസ് ഇട്ടിട്ടാണ് ശുദ്ധീകരിക്കാറുള്ളത്, അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്യണം. ഫിൽട്ടർ ചെയ്ത വെള്ളം കുടിക്കണം. ധാന്യങ്ങളാണെങ്കിലും അതിലും കലർപ്പുണ്ട്. പക്ഷേ എത്രത്തോളം കലർപ്പുള്ളതായിട്ട് മാറുന്നു, അല്ലെങ്കിൽ പലതും ഇട്ട് ശുദ്ധീകരിക്കുന്നു, അതിനനുസരിച്ച് അതിൻ്റെ ശക്തി, സതോപ്രധാനത നഷ്ടപ്പെടുന്നു. ആരംഭത്തിൽ ഭോജനത്തിലൂടെ ശക്തി ഉണ്ടാകുമായിരുന്നു. പക്ഷെ ഇന്നോ ഭോജനത്തിൽ ഒന്നും തന്നെ ഇല്ല. ഒരു ശക്തിയും ലഭിക്കുന്നില്ല ഭോജനത്തിൽ നിന്നും. വൈറ്റമിൻ എ, ബി, സി, ഡി എല്ലാം നമുക്ക് ഭോജനത്തിൽ നിന്നാണല്ലോ ലഭിക്കേണ്ടത്. പക്ഷേ ഇതൊന്നും തന്നെ ഇല്ല ഇപ്പോൾ. ക്യാരറ്റ് വൈറ്റമിൻ എയിന് വേണ്ടി നമ്മൾ ഭക്ഷിക്കാറുണ്ട്. ഓരോ വൈറ്റമിൻസിന് വേണ്ടി ഓരോരോ ഭക്ഷണത്തിനെ പ്രതിയാണ് പറയാറുള്ളത്. പക്ഷേ അതിലും എത്രത്തോളം അങ്ങനെയുള്ള വൈറ്റമിൻസ് ആ വസ്തുവിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. അതായത് പ്രകൃതിക്ക് എത്രത്തോളം വൈറ്റമിൻസ് നമുക്ക് നൽകണമോ അത്രത്തോളം ഇപ്പോൾ അതിന് നൽകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ നമുക്കറിയാം, പ്രകൃതി എത്രത്തോളം ദുഷിച്ചതാക്കി മാറ്റിയതും മനുഷ്യർ തന്നെയാണ്. ചിലപ്പോൾ അതിരാവിലെയുള്ള സമയത്ത് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മൂടൽമഞ്ഞ് കാണപ്പെടും. അപ്പം ഞാൻ ചിന്തിക്കാറുണ്ട്, ഇത് ഫോഗാണോ മൂടൽമഞ്ഞാണോ എന്നുള്ളത്. ഇത്രയും മൂടൽമഞ്ഞുണ്ടോ? അപ്പോൾ പറയുന്നത് ഇത് പൊല്യൂഷനാണെന്നുള്ളതാണ്, മാലിന്യമാണ്. അത്രയും മലിനപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു പ്രകൃതി. അതായത് ഒരുപാട് വാഹനങ്ങൾ ഓടുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന പുകയാണത്, പൊല്യൂഷനാണ്. ബാബ ദിവസേന നമുക്ക് നൽകുന്ന അഭ്യാസമുണ്ടല്ലോ,
അതിലൂടെ നമ്മുടെ സംബന്ധം പ്രകൃതിയുമായി യോജിക്കണം. ഇതിലൂടെ ഒരു വസ്തുവിലും മമത്വം പാടില്ല. നല്ല രീതിയിൽ സേവനം ചെയ്യണം. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ധനം കൊണ്ടും തൻ്റെ സ്ഥിതി കർമാതീതമാവുക എന്നുള്ളത് മാത്രമല്ല, പ്രകൃതിയുടെയും സഹയോഗം നമുക്ക് ആവശ്യമാണ്. പ്രകൃതിയുടെ സഹയോഗം വളരെ അത്യാവശ്യം തന്നെയാണ്. അതിനുവേണ്ടി പ്രകൃതിയുമായുള്ള നമ്മുടെ കർമ്മകണക്കുണ്ടല്ലോ, അതിനെ പ്രതി നമ്മൾ വളരെ സൂക്ഷ്മത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടതായുണ്ട്. ബാബ നമ്മളോട് ഡെയിലി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? കുട്ടികളെ ഫരിസ്തയായി തീരൂ, കർമാതീതമായി തീരൂ, അല്ലെങ്കിൽ അശരീരയായി തീരൂ എന്നൊക്കെ, അവ്യക്ത സ്ഥിതി ഉണ്ടാക്കൂ എന്നൊക്കെ. എന്തുകൊണ്ടെന്നാൽ ആത്മാവ് ഈ ശരീരത്തിൽ എത്ര സമയമുണ്ടോ സേവാർത്ഥം, ശരീരത്തിൻ്റെ സഹയോഗം നമുക്ക് ലഭിക്കണം. ചിലർ ആരോഗ്യനിലയിൽ ശരിയാവുകയില്ല, അല്ലെങ്കിൽ ചിലർ നല്ല ആരോഗ്യശാലികളായിരിക്കും. മനസ്സ് ശരിയല്ലെങ്കിൽ പതുക്കെ ശരീരവും അതിനനുസരിച്ചായിത്തീരുന്നു. അപ്പോൾ തൻ്റെ മനസ്സിനെയും വളരെ നല്ലതാക്കി വയ്ക്കണം. അതുപോലെ ശരീരവും നല്ലതായിരിക്കണം, ആരോഗ്യശാലിയായിരിക്കണം. ബാബ പറയാറുണ്ടല്ലോ, സങ്കല്പത്തിലൂടെ ഉള്ള വൈബ്രേഷൻസാണ് പ്രകൃതിയിലേക്ക് എത്തിച്ചേരുന്നത്. അതിനാൽ ബാബ എന്ന് പറയുന്നത് താങ്കൾക്ക് ചൈതന്യ മൂർത്തിയായി തീരണം എന്നുള്ളതാണ്. ഓരോ ബ്രാഹ്മണാത്മാക്കളും ബ്രഹ്മ ബാബയ്ക്ക് സമാനം ചൈതന്യ മൂർത്തിയായി തീരണം. ചിത്രം എന്നുള്ളതുമല്ല, മൂർത്തി എന്ന് തന്നെ പറയാം. എന്തുകൊണ്ടെന്നാൽ മൂർത്തിക്ക് പൂജ ലഭിക്കുമല്ലോ. മൂർത്തിയെ ക്ഷേത്രങ്ങളിൽ വെച്ചാണ്, ശ്രീകോവിലിലാണ് പൂജിക്കുന്നത്. എന്നാൽ വെറും ചിത്രമെന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ തൂക്കിയിടുകയാണ് ചെയ്യുന്നത് ചുമരിൽ. നമ്മൾ പൂജനീയരായാണല്ലോ മാറുന്നത്. അതിനാൽ ബാബ പറയുന്നു, ലൈറ്റ് ഹൗസ് മൈറ്റ് ഹൗസിൻ്റെ മൂർത്തിയായി തീരൂ. ചില സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ മൂർത്തികളെ കൊണ്ടുപോകുന്നത് വഴിയിലൂടെ? അതുപോലെ ലൈറ്റ് ഹൗസ് മൈറ്റ് ഹൗസിൻ്റെ മൂർത്തിയായി തീരൂ. സങ്കല്പശക്തിയുടെ സൈലൻസിൻ്റെ പ്രഭാഷണം തയ്യാറാക്കിക്കൊണ്ട് കർമാതീതവും ഡബിൾ ലൈറ്റ് സ്ഥിതിയിലും സങ്കല്പ ശക്തിയാൽ ഒരു സങ്കല്പം പോലും വ്യർത്ഥം ഉണ്ടാകരുത്. ഇടയ്ക്കിടെ ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. ചിന്തിച്ചാൽ തന്നെ അതിനെ മറന്നേക്കൂ. സങ്കല്പത്തിൻ്റെ ശക്തി നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കണം. സങ്കല്പശക്തിയുടെ സൈലൻസിൻ്റെ ഭാഷണം തയ്യാറാക്കിക്കൊണ്ട് കർമാതീത ഡബിൾ ലൈറ്റ് ഫരിസ്തയായി തീരണം. വരദാനമൂർത്തിയുടെ പാർട്ട് അഭിനയിക്കൂ. അപ്പോൾ മാത്രമാണ് സമ്പൂർണ്ണത സമീപതയിലേക്ക് വരുള്ളൂ, സമീപത്തേക്ക് എത്തിച്ചേരും. ദിവസേനയൊരു സ്മൃതി അതുകൊണ്ട് നമുക്കുണ്ടായിരിക്കണം. ബാബയുടേതായി തീർന്നുവെങ്കിൽ കർമാതീതമായി തീരണം. ബാബയുടേതായി തീർന്ന് സമ്പൂർണ്ണമായില്ലെങ്കിൽ നമ്മുടെ യാത്ര പൂർത്തിയായില്ല എന്നാണ് അർത്ഥം. ഇത്രയും ത്യാഗം ചെയ്തു, തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നിട്ടും സമ്പൂർണ്ണമായില്ലെങ്കിലോ? അതിനാൽ ആ കർമാതീത സ്ഥിതിയുടെ ആധാരത്തിൽ ആരെ പ്രതി നാം എന്ത് സങ്കല്പമാണോ സങ്കല്പിക്കുന്നത് അവർക്ക് ആ സങ്കല്പം എത്തിച്ചേരുക തന്നെ ചെയ്യും. ഇതിലൂടെ മനസാസേവനം നമുക്ക് സംഭവ്യമാണ്. കർമാതീതം അർത്ഥം സ്വഭാവ സംസ്കാരത്തിലൂടെ ഉണ്ടാകണം എന്നുള്ളതല്ല, സ്വഭാവ സംസ്കാരത്തിൽ വശപ്പെട്ട് ചെയ്യണം എന്നുള്ളതല്ല. സ്വഭാവ സംസ്കാരങ്ങൾ ശീലമായതുകൊണ്ട് തനിയെ വരും. പക്ഷേ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ സങ്കല്പത്തിൻ്റെ മേൽ അറ്റൻഷൻ കൊടുക്കണം. ബാബയുടെ നിർദ്ദേശം എന്താണ്, ശ്രീമത്ത് എന്താണ്, അതനുസരിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അഥവാ ലേശം പോലും ആന്തരികമായി എന്തിനേലും പ്രതി ചിന്തയുണ്ടെങ്കിൽ നമ്മുടെ സങ്കല്പങ്ങൾ ദുർബലമാകും. ആ സങ്കല്പത്തിൽ ശ്രേഷ്ഠതയും ഉണ്ടാവുകയില്ല, ശക്തിയും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് എന്തു തന്നെ സംഭവിച്ചാലും, എങ്ങനെയാണോ ബാബ നോക്കൂ, എത്ര തന്നെ പരിതസ്ഥിതി വന്നാലും ചിന്താരഹിതമായിരുന്നു, ചിന്തയിൽ നിന്നും മുക്തമായിരുന്നു. ചിന്ത വളരെ സൂക്ഷ്മമാണല്ലോ. എത്ര തന്നെ പരിതസ്ഥിതികൾ ഏത് തരത്തിൽ വരികയാണെങ്കിലും, ഭാവിയിലുള്ളതാണെങ്കിൽ പോലും നമുക്കറിയാലോ നമ്മുടെ ഭാവി ആരുടെ കയ്യിലാണുള്ളത്, നമ്മുടെ ഭാഗ്യം ആരാണ് നിർമ്മിച്ചത്?
അതിനാൽ നിശ്ചയത്തെ വർദ്ധിപ്പിക്കൂ. പരിശോധിക്കൂ, എന്തിനാണ് വ്യർത്ഥ സങ്കല്പങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ബാബയിൽ നമുക്ക് പൂർണ്ണ വിശ്വാസം അർപ്പിക്കണം. പ്രയത്നിക്കേണ്ടത് നമുക്ക് തീർച്ചയായിട്ടും പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ബാബ എനിക്ക് എന്ത് ചെയ്യും, ബാബ എന്നെ പ്രതി എന്ത് ചെയ്യും ഭാവിയിൽ. ബാബ നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരും, പക്ഷേ നാം പുരുഷാർത്ഥം ചെയ്യണം. ഭാഗ്യശാലികളാണ് നമ്മൾ. സ്വയം ശക്തിശാലിയായി തീരുകയും വേണം. ഭാഗ്യശാലിയാണ്, എന്നാൽ നമ്മൾ സ്വയം ശക്തി നിറയ്ക്കണം. എന്താ സംഭവിക്കുന്നത്? ചില സമയത്ത് നമ്മൾ തൻ്റെ സങ്കല്പം ഒരുപാട് വേസ്റ്റ് ആക്കുന്നു. അതിനാൽ അറ്റൻഷൻ വയ്ക്കൂ. സങ്കല്പത്തിൻ്റെ ശക്തി ഒരിക്കലും ദുരുപയോഗപ്പെടുത്തരുത്. ബാബ തൻ്റെ സങ്കല്പത്തിൻ്റെ ശക്തിയിലൂടെയാണ് തൻ്റെ ഓരോ പ്രകാരത്തിലുള്ള കാര്യത്തിലും സിദ്ധി അഥവാ പ്രാപ്തി ഉണ്ടായത്.